നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗം 6ലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 ഭാഗങ്ങളിലായി ഐതിഹ്യം, ഘടന, പ്രതിഷ്ഠകൾ, നിത്യപൂജ, കൊടിയേറ്റുത്സവം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി വിനായക ചതുർത്ഥി ദിവസത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാരതമെമ്പാടുമുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ അതിവിശേഷമാണ് ഈ ദിവസം. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി അതിവിശേഷമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നു. 1008 നാളികേരം ഉപയോഗിച്ചുള്ള ഈ ഹോമം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഗജപൂജയും ആനയൂട്ടും പതിവുണ്ട്. ക്ഷേത്രം വകയുള്ള ആനകളെ കൂടാതെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആനകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. മോദകമാണ് അന്നേ ദിവസത്തെ പ്രധാന നിവേദ്യം. കൊട്ടാരക്കര ഗണപതിക്ക് മോദകം നിവേദിക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം മാത്രമാണ്. കൂടാതെ ഉദയാസ്തമനമായി അപ്പം മൂടലും പതിവുണ്ട്. മാത്രവുമല്ല, ക്ഷേത്രം നിലവിൽ അറിയപ്പെടുന്നത് ഗണപതിയുടെ പേരിലാണെങ്കിലും അന്നു മാത്രമാണ് ഗണപതി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. 3 ആനകളോടുകൂടിയ വിശേഷാൽ എഴുന്നള്ളത്ത് കാണാൻ നിരവധി ഭക്തജനങ്ങൾ തടിച്ചുകൂടാറുണ്ട്. ചതുർത്ഥിയോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും നടത്താറുണ്ട്. അന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കുന്നത് വിശ്വാസപ്രകാരം നിരോധിച്ചിരിക്കുന്നു. അടുത്തത് ശിവരാത്രി. കുംഭമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ അതിവിശേഷമാണ് ഈ ദിവസം. മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്നേ ദിവസം വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. രാവിലെ നടക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തുടങ്ങുന്നത്. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ 7 ദ്രവ്യങ്ങളും 1008 പ്രാവശ്യം ഹോമിക്കുന്നതാണ് മഹാമൃത്യുഞ്ജയ ഹോമം. ഉച്ചയ്ക്ക് വിശേഷാൽ ആന എഴുന്നള്ളത്തുണ്ടാകാറുണ്ട്. 3 പ്രദക്ഷിണത്തോടു കൂടിയ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി ചെണ്ടമേളമുണ്ടാകും. അന്ന് രാത്രി നട അടയ്ക്കില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും വിശേഷാൽ പൂജകളും അതിനോടനുബന്ധിച്ചുള്ള കലശാഭിഷേകങ്ങളും ഉണ്ടാകും. നിരവധി ഭക്തർ ഇത് തൊഴാനായി ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ തങ്ങാറുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ചും നിരവധി കലാപരിപാടികൾ നടക്കാറുണ്ട്. അടുത്തത് നവരാത്രി ആഘോഷം. കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതലുള്ള 9 ദിവസങ്ങളാണ് നവരാത്രിയായി ആചരിച്ചു വരുന്നത്. ദേവീ പൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഇവ. കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നായ ശ്രീ പാർവതി ദേവിയുടെ പ്രധാന ആണ്ടുവിശേഷമാണ് നവരാത്രി. 9 ദിവസവും ദേവിക്ക് വിശേഷാൽ പൂജകളും അലങ്കാരങ്ങളും ഉണ്ടാകാറുണ്ട്. നവദുർഗയുടെ രൂപത്തിലുള്ള അലങ്കാരങ്ങൾ അവയിൽ പ്രധാനമാണ്. നവരാത്രിയുടെ 8ാം ദിവസം ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്ക് പൂജവെപ്പ് നടത്തുന്നു. പുസ്തകങ്ങൾ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ, പേനകൾ തുടങ്ങി സംഗീത സാഹിത്യ സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഈ അവസരത്തിൽ പൂജയ്ക്ക് വയ്ക്കാറുണ്ട്. ക്ഷേത്രമതിലകത്ത് പ്രത്യേകമായി അലങ്കരിച്ച മണ്ഡപത്തിലാണ് പൂജവെപ്പ് നടത്തുന്നത്. അടുത്ത ദിവസമായ മഹാനവമി മുഴുവൻ അടച്ചുപൂജയാണ്. അതിൻ്റെയും പിറ്റേന്ന് വിജയദശമി നാളിൽ രാവിലെ പൂജകൾക്ക് ശേഷം പുസ്തകാദി കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുന്നു. അറിവിൻ്റെ ദേവനായ ഗണപതി ഭഗവാന് മുന്നിൽ വിദ്യാരംഭം കുറിക്കുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു. നവരാത്രി നാളുകളിൽ ക്ഷേത്രത്തിൽ കുറച്ചു കാലമായി ബൊമ്മക്കൊലു ദർശനവും പതിവുണ്ട്. സ്ഥലത്തെ തമിഴ് ബ്രാഹ്മണരുടെ വകയാണ് ഈ ചടങ്ങ്. ഒട്ടുമിക്ക ഹിന്ദു ദേവീദേവന്മാരുടെയും രൂപങ്ങൾ പല തട്ടുകളിലായി കോർത്തുവെച്ചുണ്ടാക്കുന്ന ഈ കാഴ്ച അത്യാകർഷകമാണ്. കൂടാതെ ധാരാളം കലാപരിപാടികളും ഈ അവസരത്തിൽ നടത്താറുണ്ട്. നന്ദി, നമസ്കാരം.